മോളെ, എന്താണച്ചാ നീ എന്താ ആലോചിക്കുന്നത്? ബാബുവേട്ടൻ മണിമംഗലത്ത് പോയിരിക്കുകയാണച്ചാ. മണിമംഗലത്തോ? അതെ അച്ഛാ. തന്നെ ചതിച്ച മണിമംഗലം ഗോപാലനോട് പകരം ചോദിച്ചിട്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ബാബുവേട്ടൻ പോയിരിക്കുകയാണ്. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. അമ്മാന്റെ ചേച്ചിയെ പിടിച്ചോണ്ട് ചേട്ടാ. അതെ ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കണം ചേട്ടാ. രക്ഷിക്കാനോ? അമ്മാരനെ ഒരുപാട് തല്ലി. എന്നിട്ട് ഞാൻ ഓടി വന്നതാ. എന്നിട്ട് ചേച്ചി എവിടെ? വരൂ, ഞാൻ കാണിച്ചു തരാം. വരൂ. ശാബാഷ്, നീട്ടക്കൻ. ഇതാണോ ബാബു? പിടിച്ചപ്പം ബാബു, പൊക്കിയപ്പോ ചക്കപ്പരും. എന്താണ് സാറേ ഇത്? പിടിച്ച് കൈ തന്നതല്ലേ? എന്താണ് നോക്കിയിരിക്കുന്നു? ആരാ ഇവിടെ വിളിച്ചു നിൽക്കുന്നത്? നിങ്ങൾ ആരാ? എന്തിനാ അവിടെ വിളിച്ചു നിൽക്കുന്നത്? ആരെന്ന് പറയൂ. ഞാൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കയറിയതാണ്. വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് പൊളിക്കാൻ കിട്ടിയത് ഞങ്ങളുടെ വീടാണോ? അയ്യോ, ഞാൻ മോഷണമോ കൊലപാതകമോ അല്ല. പിന്നെ എന്തിനു പോലീസിനെ പേടിക്കുന്നു? അങ്ങനെ ഒരു ചുറ്റുപാടായിപ്പോയി. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. ദേവി ഇത് എന്നെ കുറച്ച് സമയം നിൽക്കാൻ അനുവദിക്കണം. വേണ്ടമ്മേ, ചേട്ടൻ അറിഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും? ശിക്ഷ അറിയിക്കാത്തവർ തന്നെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ പോലീസിൽ ഏൽപ്പിച്ചുള്ളൂ. അമ്മയുടെ സ്വന്തം മാനപ്പിലെ കരുതി എന്നെ വിശ്വസിക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേവി തന്നെ വിശ്വസിക്കൂല്ലേ, ഞാൻ നിരപരാധിയാണ്. ഞാൻ കള്ളിയല്ല, ഞാൻ മോഷ്ടിച്ചില്ല. അമ്മേ, പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു. ഹലോ, എന്താണ് ഈ വഴിയൊക്കെ? ഒരു പുള്ളി കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് ഇതുവഴിയാ വന്നത്. അകത്തുണ്ടോ ഒരു സംശയം. എന്റെ വീട്ടിലാണ്. ഇവിടെ ആരും ഓടിക്കരുതെന്ന് പറയുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ. ഊച്ചേട്ടെ, നിങ്ങൾ മുകളിലേക്ക് പോകും. നിങ്ങൾ താഴെയുള്ള എല്ലാ റൂം ചെക്ക്.
പൂജാമുറിയാണ്. ഓഹോ, അപ്പൊ അതിനകത്ത് ആരും ഇല്ലായിരിക്കുമല്ലോ. എന്റെ അയ്യപ്പ മാത്രമേ ഉള്ളൂ. അയാളെ ഇതിനകത്ത് ഇരിക്കുന്നു. അയ്യോ അയ്യപ്പൻ, അയ്യോ തെറ്റിപ്പോയി. അയ്യപ്പോ സ്വാമി ശരണം. ഇവിടെ ഒന്നും ആരില്ല സാർ. അവിടെ ആരുമില്ല സർ. എന്നാൽ ഇതിൽ ചാടി അപ്പുറത്തെ ഞാൻ പോയി കാണും. ഒരു സോറി ഫോർ ദ ട്രബിൾ മിസ്റ്റർ രാജഗോപാൽ. അങ്ങനെയൊന്നുമില്ല. കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കൂടെ കിട്ടിയത്. താങ്ക് യു. ഇതാരുടെ ഷൂസാണ്? അത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അവൻ ഇവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങളുടെ അറിവോട് കൂടി. എവിടെയാണെന്നാണ് ചോദിച്ചത്? ക്ഷമിക്കണം, പോലീസ് തിരക്കി വന്നത് എന്നെയാണ്. ഒരു കുറ്റവാളിക്ക് അഭയം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് എനിക്കറിഞ്ഞൂടെ? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാളെ. തെറ്റ് ചെയ്തവരാരെങ്കിലും താനാണ് തെറ്റ് ചെയ്തതെന്ന് വിളിച്ചു പറയാറ്. ഒരു കുറ്റവാളിക്ക് എന്റെ വീട്ടിൽ അഭയം നൽകിയാൽ എന്റെ നില എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വക്കീൽ സാർ വിഷമിക്കണ്ട, ഞാൻ കാരണം നിങ്ങൾക്കൊരു പേരുദോഷം വരില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഉടനെ തന്നെ പോലീസിൽ സറണ്ടർ ചെയ്യണം. ഫോൺ ചെയ്യാൻ പറ്റേ. ജയിലല്ല, തൂക്കുമരത്തിൽ കയറാൻ പോലും ഭയമുള്ളവനല്ല ഞാൻ. കാരണം എനിക്ക് വേണ്ടി കരയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപ് എന്റെ അമ്മ എനിക്കൊന്ന് കാണണം. ലോകത്തിൽ എവിടെയാണെങ്കിലും അവരെ ഞാൻ തേടി കണ്ടുപിടിക്കും. എന്റെ ജീവിത ലക്ഷ്യം അതൊന്നു മാത്രമാണ്. അമ്മയില്ലാത്ത ദുഃഖം എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞു തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തുല്യ ദുഃഖിതരാണ്. അയാളെ വിട്ടേക്കൂ, അയാൾ പൊയ്ക്കോട്ടെ. സന്തോഷത്തിലും സമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെ ഒരു ദ്രോഹി ചിഹ്നഭിന്നമാക്കിക്കളഞ്ഞു. അയാളോട് ന്യായം ചോദിക്കാൻ ചെന്ന എന്നെ ചെയ്യാത്ത കുറ്റം ചുമത്തി പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. പറയൂ, ഞാൻ പോലീസിൽ പിടികൊടുക്കണോ? എന്റെ അമ്മയുടെ മുഖം പോലും വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല. ഇത്രയും കാരുണ്യം നിറഞ്ഞൊരു അമ്മയെ കണ്ടത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അയാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അയാളെ വിട്ടേക്കു കുഞ്ഞെ. അമ്മ എന്താണ് ഈ പറയുന്നത്? തെറ്റ് ചെയ്തവർ പലതും പറയും. ഏതാണ് ശരിയെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ കള്ളസാക്ഷികളുടെ വാക്ക് വിശ്വസിച്ച് 14 വർഷം കോടതി ശിക്ഷിച്ചു. എന്റെ പൊന്നുമോനെ പിരിഞ്ഞാണ് അന്ന് ഞാൻ ജയിലിൽ പോയത്. നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിനെ ഇതുവരെ എനിക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞെ എനിക്ക് ഈ ശിക്ഷ? ഇയാൾ തെറ്റുകാരനാണെന്ന് രാജ്മോഹന് തീർത്ത് പറയാൻ പറ്റുമോ? പറയൂ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഇയാൾ ഇവിടുന്ന് പോകാൻ പറയും. സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു കാര്യം, ഇന്ന് ഞാൻ പോലീസിന് പിടികൊടുക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കുറ്റം ഞാൻ ചെയ്യും. അന്ന് ഞാൻ വക്കീൽ സാർ വന്ന് കാണാം. പോലീസിനോ ജയിലിനോ തൂക്കുമരത്തിനോ അന്ന് ഞാൻ തയ്യാറായിരിക്കും. വരട്ടെ.